ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആണ് മൈക്രോ ബ്ലേഡിംഗ്, ഐബ്രോ ടാറ്റു, പൗഡർ ഐബ്രോ ഈ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത്. മൈക്രോ ബ്ലേഡിംഗ് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഹെയർ സ്ട്രോക്ക് നമ്മൾ വരച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും മൈക്രോ ബ്ലേഡിങ്ങിൽ നമ്മുടെ ഇങ്ക് ഡീപ്പർ ലെയറിലേക്ക് പോകുന്നില്ല, ഔട്ടർ ലെയറിലായ എപ്പിഡെർമിസിൽ മാത്രമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അത് ലൈഫ് ലോങ് ഒന്നും നിൽക്കാൻ പോകുന്നില്ല. പിന്നെ അതിനുപയോഗിക്കുന്ന ഇങ്ക് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പിഗ്മെന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഗ്രീനിഷ് കളറിലേക്ക് ആകുന്നില്ല, പതുക്കെ ഫെയ്ഡായി പോവുകയാണ്. ഇനി സെക്കൻഡ് തിങ് ഐബ്രോ ടാറ്റു എന്ന് പറയുന്നത് ഡെർമിസിലേക്കും പോകുന്നുണ്ട്. അതിനുപയോഗിക്കുന്നത് ലിക്വിഡ് ഇങ്ക് ആണ്. അതിന് കൂടുതൽ ഗ്രീൻ ആകാനുള്ള ടെൻഡൻസി ഉണ്ട്. അത് ഓൾമോസ്റ്റ് ഡെർമിസിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ മിക്ക പേർക്കും ലൈഫ് ലോങ് നിൽക്കാനാണ് ചാൻസ്. ഇനി മൂന്നാമത്തത് പൗഡർ ഐബ്രോയും എപ്പിഡെർമിസ് അതായത് ഔട്ടർ ലെയറിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. അതിനും ഒരു പീരീഡ് ഓഫ് ടൈം മാത്രമാണ് ഓരോരുത്തർക്ക് നിൽക്കുന്നത്. 6 months to 2 years, ചിലർക്ക് 6 മാസമേ നിൽക്കുള്ളൂ, ചിലർക്ക് 2 വർഷം വരെ നിൽക്കും. പക്ഷെ അതിന് ഒന്നുകൂടി നാച്ചുറൽ ലുക്കാണ്, ഏറ്റവും നാച്ചുറൽ ലുക്ക് കൊടുക്കാൻ പറ്റുന്നത് പൗഡർ ഐബ്രോയ്ക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. Until the next video, bye from Team Tanima Beauty Launch. Good day to all my viewers. Gayatri Nair from Trivandrum.